ഡ്രാക്കുളയുടെ നിധിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കോട്ടയ്ക്കുള്ളിൽ തന്നെയുള്ള ഗ്രന്ഥശേഖരം പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഞാൻ പ്രഭുവിന്റെ നിർദ്ദേശത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. എന്തു പറയുന്നു എന്ന ഭാവത്തിൽ പീറ്റർ പാർക്കർ ചങ്ങാതിയെ നോക്കി. അപ്പോൾ ഗ്രെഗ് ഹഡ്സണും ആ അഭിപ്രായത്തോട് യോജിച്ചു. ഒരു പ്രഭു കുടുംബത്തിന്റെ 5 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം പഠിക്കാൻ കഴിയുന്നത് നല്ല കാര്യമാണ്. അതിൽ ഡ്രാക്കുളയുടെ നിധിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. എങ്കിൽ വരൂ, നമുക്ക് ലൈബ്രറിയിലേക്ക് പോകാം. വാതിൽ തുറന്ന് ഇടനാഴിയിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ പ്രഭു പറഞ്ഞു. അപ്പോഴേക്കും പ്രഭുവിന്റെ സഹായികളും ഒപ്പം വരാൻ തയ്യാറെടുത്തു. അപ്പോൾ പ്രഭു അവരുടെ നേതാവെന്ന് തോന്നിക്കുന്ന വ്യക്തിയോട് നിർദ്ദേശിച്ചു. യുവാൻ, നിങ്ങൾ നിങ്ങളുടെ മുറികളിലേക്ക് മടങ്ങിക്കൊള്ളൂ. മോസസ് ഭക്ഷണം തയ്യാറാക്കട്ടെ. ഞങ്ങൾക്ക് ലൈബ്രറിയിൽ കുറേ ജോലിയുണ്ട്. പ്രഭുവിന്റെ ആജ്ഞ സ്വീകരിച്ച് സഹായികൾ അവരവരുടെ ജോലികളിലേക്ക് മടങ്ങി. തടവിൽ കഴിഞ്ഞ മുറിയിൽ നിന്ന് പുറത്തെത്തിയതിന്റെ ആശ്വാസവും ആഹ്ലാദവും പീറ്റർ പാർക്കറുടെ മുഖത്തുണ്ടായിരുന്നു. പ്രഭുവുമായുള്ള ഏറ്റുമുട്ടൽ ഇരു കൂട്ടർക്കും ഗുണകരമായി കലാശിച്ചതിൽ പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും സന്തോഷിച്ചു. കോട്ടയിലെ ഗ്രന്ഥശേഖരം സൂക്ഷിച്ചിരിക്കുന്ന മുറിയിലേക്കുള്ള ഇടനാഴി വളരെ നീണ്ടതായിരുന്നു. നിലത്ത് കനത്ത മരപ്പലകകൾ പാകിയിരുന്നു. ചുവരിൽ കല്ലിൽ കൊത്തിയ അലങ്കാരങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആകർഷകമായിരുന്നു. ചുവരിൽ അങ്ങിങ്ങ് കൽവിളക്കുകൾ തൂങ്ങുന്നു. അപ്പോൾ പ്രഭുവിന്റെ വാക്കുകൾ വീണ്ടും മുഴങ്ങി. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ തലമുറയിലുമുള്ളവർ ഗ്രന്ഥശേഖരങ്ങൾ സൂക്ഷിച്ചു. അവരവരുടെ ചരിത്രവും എഴുതി സൂക്ഷിച്ചിരുന്നു. മിത്രങ്ങളെ കണ്ടെത്താനും ശത്രുക്കളെ തിരിച്ചറിയാനും ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ വളരെ ഉപകരിച്ചു. ഇവ ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടത്? ഹംഗേറിയനിലോ ചർച്ച് സ്ലവോണിക് എന്ന ഭാഷയിലോ ആണ് കൂടുതൽ ഗ്രന്ഥങ്ങളും. ചിലത് ടർക്കിഷ്. ഓരോ രാജകുമാരന്മാരും പണ്ഡിതന്മാരായിരുന്നു. വേണമെങ്കിൽ അതിലപ്പുറവും. മനസ്സിലായില്ല? ഗ്രെഗ് നെറ്റിച്ചുളിച്ചു. പറയാം. അക്കാലത്ത് കോൺസ്റ്റാന്റിനോപ്പിളിൽ രാജകുമാരന്മാരെ പഠിപ്പിക്കുന്ന ഗ്രീക്ക് പണ്ഡിതന്മാർ ധാരാളമുണ്ടായിരുന്നു. പണം കൊടുത്താൽ അവർ കൊട്ടാരത്തിൽ വന്ന് താമസിപ്പിച്ച് പഠിപ്പിക്കും. പ്രഭു പറഞ്ഞു. ഓഹോ, അത് കൊള്ളാമല്ലോ. പീറ്റർ പാർക്കർ മന്ദഹസിച്ചു. അപ്പോൾ പ്രഭു പറഞ്ഞു. അഭ്യാസികളും ധാരാളമുണ്ടായിരുന്നു. ദ്വന്ദ്വയുദ്ധം, വാൾപ്പയറ്റ്, ജർമ്മൻ, ലാറ്റിൻ ഭാഷകൾ, ഫിലോസഫി എല്ലാം പഠിച്ച ആളായിരുന്നു ഡ്രാക്കുള പ്രഭു. അങ്ങനെയൊരാൾ ഇത്രയേറെ ക്രൂരതകൾ പ്രവർത്തിച്ചതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ലോകത്താരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. നിരന്തരം പിന്തുടരുന്ന ശത്രുക്കളെ ഭയപ്പെടുത്താനാണ് അദ്ദേഹം. നമ്മൾ പറഞ്ഞു വന്നതല്ലല്ലോ. പ്രഭു ഇടയ്ക്ക് നിർത്തി. എന്നിട്ട് തുടർന്നു. ഇതാ ഗ്രന്ഥശേഖരം. ഈ ഇടനാഴിയിലൂടെ വലത്തേക്ക് തിരിഞ്ഞോളൂ. അങ്ങനെ അവർ അതിവിശാലമായ ഗ്രന്ഥപുരയിലെത്തി. ഡ്രാക്കുള പ്രഭുക്കന്മാർ 5 നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന അതിവിശാലമായ ഗ്രന്ഥപുരയായിരുന്നു അത്. ചുവരിൽ പല തട്ടുകളിലായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രന്ഥങ്ങൾ. അവയിൽ ഭൂരിഭാഗവും പാപ്പറസ് ചുരുളുകളിൽ എഴുതി ഉരുക്കു കുഴലുകൾക്കുള്ളിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ചെമ്പുതകടുകളിൽ എഴുതിയവയും ധാരാളമുണ്ടായിരുന്നു. നമുക്ക് വേണ്ടത് ഗ്രന്ഥങ്ങളല്ല, ട്രഷർ ചാർട്ടുകളാണ്. അവ കണ്ടെത്തിയാൽ നാം പാതി വിജയിച്ചു, പ്രഭു പറഞ്ഞു. അപ്പോൾ പീറ്റർ പാർക്കർ നെറ്റി ചുളിച്ചു. അങ്ങ് പറഞ്ഞത് ഒന്നുകൂടി വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഓ, ചരിത്രം പഠിച്ച നിങ്ങൾക്ക് അത് മനസ്സിലാകുമെന്ന് ഞാൻ കരുതി. കടൽ കൊള്ളക്കാർ സൂക്ഷിച്ചിരുന്ന നിധിയുടെ ഭൂപടങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? പ്രഭു ചോദിച്ചു. അപ്പോൾ പീറ്റർ പാർക്കർ തെല്ല് ജാള്യതയോടെ തലയാട്ടി. പിടികിട്ടി. അത്തരം ചാർട്ടുകളിൽ നിധിയെക്കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കും അല്ലേ? അത് മനസ്സിലാക്കാൻ ഭാഷ അറിയണമെന്നില്ല, പക്ഷേ അതിബുദ്ധി വേണം. സാധാരണഗതിയിൽ ആർക്കും കണ്ടുപിടിക്കാനാവാത്ത കോഡുകളായി നിധിയുടെ സ്ഥാനത്തേക്കുള്ള വഴി, നിധിയുടെ സ്ഥാനം എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടാകും. പ്രഭുവിന്റെ വാക്കുകൾ കേട്ട് പീറ്റർ പാർക്കർ സുഹൃത്തിനെ നോക്കി. അപ്പോൾ ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു. കൊന്നും കൊല വിളിച്ചും കടലുകളിൽ നിന്നും കടലുകളിലേക്ക് പാഞ്ഞ കടൽ കൊള്ളക്കാർ പലരും വിജന ദ്വീപുകളിൽ ടൺ കണക്കിന് സ്വർണവും വെള്ളിയും ഒളിപ്പിച്ചു വെച്ച കഥകൾ കേട്ടിട്ടുണ്ട്. അതെവിടെ, എത്രയെന്ന് ഓർമ്മിക്കാൻ അവർ ട്രഷർ ചാർട്ടുകൾ സൂക്ഷിച്ചു. പക്ഷേ കൊല്ലപ്പെടുകയും പിടിക്കപ്പെടുകയും ചെയ്ത പലരുടെയും നിധികൾ ഇന്നും പല ദ്വീപുകളിലുമുണ്ടത്രേ. അതിന് സാധ്യതയുണ്ടോ? പീറ്റർ പാർക്കർ സംശയത്തോടെ ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത് പ്രഭുവാണ്. സുഹൃത്തെ, ആലോചിച്ചു നോക്കൂ. അതിവിശാലമായ സമുദ്രത്തിൽ നീലക്കടൽ ചാർത്തിയ മരത പൊട്ടുപോലെയുള്ള ഏതെങ്കിലും ഒരു ദ്വീപിൽ
എന്നോ ഉപേക്ഷിക്കപ്പെട്ട ഒരു മഹാനിധി ഉണ്ടാവാനിടയില്ലേ? ഇല്ലെന്നുറപ്പിച്ചു പറയാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? അവർ ആ ചോദ്യത്തിനുള്ള മറുപടി പറയും മുമ്പ് പ്രഭു അലമാരയിൽ നിന്ന് നീണ്ട ഒരു ചെമ്പുകുഴൽ എടുത്തു. അതിൽ നിന്നും ഒരു കനം കുറഞ്ഞ ലോഹച്ചുരുൾ വലിച്ചെടുത്തു. വിശാലമായ മേശമേൽ നിവർത്തി പിടിച്ചു കാണിച്ചു. ഇതുവരെ ആർക്കും ഈ ചാർട്ടിലെ വിവരം പിടികിട്ടിയിട്ടില്ല. നോക്കൂ, ഡ്രാക്കുളയുടെ നിധി എവിടെ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് സാമർഥ്യമുണ്ടെങ്കിൽ ഇതിൽ നോക്കി കണ്ടെത്താം. എന്താ സുഹൃത്തുക്കളെ, നിങ്ങൾക്കതിന് കഴിയുമോ?